നല്ലൊരു മാംഗോ സീസൺ അല്ലേ? അപ്പോൾ ഇതുപോലെ ഷമാമും ഒക്കെ നമ്മളിപ്പോൾ കടകളിലൊക്കെ കിട്ടാനൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഷമാമും അതുപോലെ ഒരു മാംഗോ ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഫലൂദ ഉണ്ടാക്കിയെടുത്താലോ. വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ വിരുന്നുകാർ വന്നില്ലെങ്കിലും നമുക്ക് ഈ നല്ലൊരു ചൂട് സമയത്തൊക്കെ ഉച്ചയ്ക്കൊക്കെയും കഴിക്കാനൊക്കെ ഇട്ട് പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഷമാമ് ഫുൾ വേണ്ട കേട്ടോ, നമുക്ക് ഒരു ഷമാമിൻ്റെ ഒരു ഹാഫ് മതി. അപ്പോൾ ഒരു ഷമാമ് അതിൽ മാംഗോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ലൊരു ദാഹവും മാറും, വിശപ്പൊക്കെ മാറും കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു ഷേക്കാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ ഒന്ന് ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ ഇതുപോലെ ഷമാമിൻ്റെ നമ്മൾ ഇതുപോലെ അതിൻ്റെ അകത്ത് കാണുന്ന ഈ ഒരു ഐറ്റംസൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെത്തിക്കളയാം കേട്ടോ. പിന്നെ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു പുറം ഭാഗം കട്ടിയുള്ള ഈ ഒരു തൊണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നീക്കം ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഷമാമ. നമ്മൾ ഈ ഷമാമ മിക്ക ആളുകളും ഇഷ്ടമല്ല, പക്ഷേ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഷമാമിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാത്തവരും കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ മാമ്പഴം ഞാനിപ്പോൾ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ ഷമാമ എടുത്തിട്ടില്ല കേട്ടോ, ഒരു ഹാഫാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെറിയ കുറച്ച് ഒരു മാമ്പഴത്തിൻ്റെ പീസ് കഷ്ണങ്ങൾ ഇതുപോലെ മാറ്റി ഒന്ന് കട്ട് ചെയ്ത് കുഞ്ഞിതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷമാമിൻ്റെ ഒരു ചെറിയ പീസുകളും അതും മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വന്നിരിക്കുന്ന നമ്മുടെ ഷമാമും മാങ്കോയും കൂടെ കൂടിയിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് അതുപോലെ ഒന്ന് കൂട്ടി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്കൊരു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതായത് നല്ല തണുത്ത പാല്, പിന്നെ നിങ്ങൾക്ക് പാലൊക്കെ ഫ്രീസറിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നല്ല കട്ട പാലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ കട്ടപ്പാലില്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ വാങ്ങിയിട്ട് തിളപ്പിച്ച് ആറിയ പാല് നമുക്കത് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി എടുത്താലും മതി കേട്ടോ. അപ്പം ഷമാമും നമ്മുടെ പാലും മാമ്പഴം കൂടെ കൂടിയിട്ട് അടിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് അതങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് വെറുതെ ജ്യൂസ് അത് കുടിക്കുന്നതിലൊക്കെ എപ്പോഴും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് നമുക്കിതുപോലെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സുകൾ എടുക്കുക. നമുക്ക് പച്ചമുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് വിഷമൊക്കെ അടിച്ച് വരുന്ന മുന്തിരി ഒക്കെ അല്ല. അപ്പോൾ നമുക്കൊന്ന് മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസ് കഷ്ണങ്ങളായിട്ടൊന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് വെച്ചാൽ മതി. മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പം ഒരു പ്രത്യേക ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വെച്ച് കൂടുതൽ കിട്ടുന്നുള്ളൂ, ഇല്ലാന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആ ഒരു മുന്തിരിയുടെ കൂട്ടത്തിലേക്ക് കുറച്ച് മാമ്പഴം അതുപോലെ നമ്മുടെ ഷമാമും കൂടെ കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്കത് കൂട്ടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മിക്സിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്കിതുപോലെ നമ്മൾ അടിച്ച് വെച്ചിരുന്ന നമ്മുടെ ഒരു ജ്യൂസ് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇതുപോലെ എടുത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കസ്റ്റർഡ് പൗഡറൊന്നും ഇല്ലാതെ തന്നെ ഷമാമ വെച്ചിട്ട് നല്ലൊരു സലാഡാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു ചൂടത്തൊക്കെ നമുക്ക് ഐസ്ക്രീമിനൊക്കെ കഴിക്കുന്നതിന് തുല്യമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന, ശരീരത്തിൽ തണുപ്പ് കിട്ടുന്ന നല്ലൊരു സലാഡാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് ഇതുപോലെ കുറച്ച് ഐസിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. പിന്നെ കസ്കസൊക്കെ നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കത് കൊണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു തണുപ്പ് കിട്ടും നമുക്ക് ശരീരത്തിന്. നമ്മൾ ഉച്ച ടൈമിലൊക്കെ ഇതുപോലെ നമുക്കൊരു കുറച്ച് ഗ്ലാസ്സിലൊക്കെ കിടന്ന് കോരി ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും, ദാഹവും മാറും, വിശപ്പൊക്കെ മാറും കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ നമുക്കത് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം, നല്ലൊരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതുപോലെ ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സും ഒന്നും കഴിക്കില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവരത് നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളൂ കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഫലൂദയുടെ റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഷമാമും മാമ്പഴക്കും എപ്പോഴും കിട്ടുന്നതല്ലേ, ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളുടെ കമാലൊക്കെ ഒന്ന് ഷെയർ എത്തിക്കാൻ മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചേക്കണേ. ബൈ.